أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. അള്ളാഹു സ്വീകരിക്കാൻ ബാധ്യസ്ഥമായ പശ്ചാത്താപം വിവരക്കേട് മൂലം പാപം ചെയ്ത ശേഷം ഉടനെ തന്നെ പശ്ചാത്തപിക്കുന്നവരുടേത് മാത്രമാകുന്നു. അത്തരക്കാരിൽ നിന്ന് മാത്രമേ അള്ളാഹു പശ്ചാത്താപം കൈക്കൊള്ളൂ. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമല്ലോ. പാപകൃത്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെ മരണമാസന്നമാകുമ്പോൾ ഇപ്പോൾ ഞാൻ പശ്ചാത്തപിച്ചു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതല്ല പശ്ചാത്താപം. കടുത്ത സത്യനിഷേധികളായിക്കൊണ്ട് മരിച്ചു പോകുന്നവർക്കുള്ളതുമല്ല. അവർക്ക് നാം ഒരുക്കി വെച്ചിട്ടുള്ളത് വേദനയേറിയ ശിക്ഷയാകുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്ത് നിസായിലെ 17-18 ആയത്തുകളാണ് ഞാനിവിടെ ഓതി കേൾപ്പിച്ചത്. തൗബയെക്കുറിച്ചാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ തൗബയുടെ അർത്ഥം പശ്ചാത്താപം, അനുതാപം എന്നൊക്കെയാണ്. ചെയ്തുപോയ തെറ്റോർത്തുള്ള ദുഃഖമാണ് പശ്ചാത്താപവും അനുതാപവും. എന്നാൽ ചെയ്ത തെറ്റോർത്തുള്ള വെറും ദുഃഖമല്ല തൗബ. ചെയ്ത തെറ്റോർത്തുള്ള ദുഃഖം പല കാരണങ്ങളാൽ കൊണ്ടുണ്ടാവാം. ഞാൻ ചെയ്ത തെറ്റു കാരണം ആരുടെയെങ്കിലും ആക്ഷേപം കേൾക്കേണ്ടി വന്നതിനാൽ, അതുമല്ലെങ്കിൽ ശിക്ഷ ലഭിച്ചതിനാൽ, അതുമല്ലെങ്കിൽ ആ തെറ്റു കാരണം വന്നു ചേർന്ന ഭൗതിക നഷ്ടങ്ങളാലൊക്കെ ദുഃഖിക്കാം. അതൊന്നും യഥാർത്ഥ തൗബ ആവുകയില്ല. ഞാൻ ചെയ്തത് പാപമാണല്ലോ, അള്ളാഹു വിരോധിച്ചതാണല്ലോ, അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അപ്രീതിക്കിരയാകുമല്ലോ, എന്റെ പരലോകം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നൊക്കെ ഓർത്ത് ദുഃഖിക്കുകയും അതോടൊപ്പം അള്ളാഹുവിനോട് മാപ്പ് തേടുകയും മേലിൽ ആ തെറ്റ് ആവർത്തിക്കുകയില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥ തൗബ. തൗബയുടെ ഭാഷാർത്ഥം മടക്കം എന്നാണ്. തവ്വാബ് എന്ന് പറഞ്ഞാൽ മടങ്ങുന്നവനെന്നുമാണ്. അള്ളാഹുവിനെയും മനുഷ്യനെയും തവ്വാബ് എന്ന് വിളിക്കുന്നുണ്ട്. പാപം ചെയ്യുക എന്നാൽ അള്ളാഹുവിൽ നിന്ന് അകലുകയും പിശാചിന്റെ കൂടെ പോവുകയും ചെയ്യുകയാണ്. എന്നാൽ തൗബ ചെയ്യുന്ന മനുഷ്യൻ പാപങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പിശാചിൽ നിന്നകന്ന് തെറ്റുകൾ തിരുത്തി സ്വയം സംസ്കൃതനായി അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. ആ അർത്ഥത്തിലാണ് മനുഷ്യനെ തവ്വാബ് എന്ന് വിളിക്കുന്നത്. എന്നാൽ അള്ളാഹുവിനെ തവ്വാബ് എന്ന് വിളിക്കുന്നത് പിശാചിനെ വിട്ട് തന്നിലേക്ക് തിരിച്ചു വരുന്നവരിലേക്ക് അവരെക്കാൾ വേഗത്തിൽ ഉത്സാഹപൂർവ്വം മടങ്ങിച്ചെല്ലുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ മടക്കം അർഹിക്കുന്ന യഥാർത്ഥ തൗബക്ക് ചില ഉപാധികളുണ്ട്. തൗബ ചെയ്യുന്നവൻ പാപം ചെയ്തത് വിവരക്കേട് മൂലമായിരിക്കുക എന്നതാണ് അതിലൊന്ന്. ഇവിടെ വിവരക്കേടിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദം ജഹാലത്ത് എന്നുള്ളതാണ്. നമുക്കറിയാം, ജഹാലത്തിന്റെ പ്രചുരമായ അർത്ഥം അജ്ഞത എന്നാണ്. എന്നാൽ ജഹാലത്ത് കൊണ്ട് അജ്ഞത എന്നൊരർത്ഥം മാത്രമാണ് ഉദ്ദേശിക്കപ്പെട്ടതെങ്കിൽ ഖുറൈശികളിലെ ബുദ്ധിമാനും സമർത്ഥനായ സംഘാടകനും യുദ്ധതന്ത്രജ്ഞനുമൊക്കെയായ അബുൽ ഹക്കമിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹൽ ജഹാലത്തിനെ പിതാവ് എന്ന് വിളിക്കുമായിരുന്നില്ല. മനുഷ്യൻ പലപ്പോഴും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോകുന്നത് അറിവില്ലായ്മ കൊണ്ടോ ആ തെറ്റ് ചെയ്താലുണ്ടാകുന്ന അനന്തരഫലം എന്താണെന്ന് അറിയാത്തത് കൊണ്ടോ അല്ല, പകരം വികാരങ്ങൾ കടിപ്പെട്ടു പോകുന്നത് കൊണ്ടാവാം. അത് ദേഷ്യമാവാം, സ്നേഹമാവാം, എന്തുമാവട്ടെ. വികാരങ്ങൾ കടിപ്പെടുന്ന സമയത്ത് മനുഷ്യൻ താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങളെക്കുറിച്ച് ബോധമില്ലാത്തവനായി തീരുന്നു. ബോധമുണ്ടെങ്കിൽ അവനൊരിക്കലും ആ പ്രവൃത്തി ചെയ്യുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, വ്യഭിചാരി വ്യഭിചരിക്കുന്നില്ല, വ്യഭിചരിക്കുമ്പോൾ അവൻ സത്യവിശ്വാസിയായിക്കൊണ്ട്. മോഷ്ടാവ് മോഷ്ടിക്കുന്നില്ല, മോഷ്ടിക്കുമ്പോൾ അവൻ സത്യവിശ്വാസിയായിക്കൊണ്ട്. മദ്യപൻ മദ്യപിക്കുന്നില്ല, മദ്യപിക്കുമ്പോൾ സത്യവിശ്വാസിയായിക്കൊണ്ട്. സ്വന്തം ആദർശത്തെയും അധർമ്മത്തിന്റെ അനന്തരഫലത്തെയും കുറിച്ച് ബോധമുള്ള അവസ്ഥയിൽ അധർമ്മം ചെയ്യുകയില്ല എന്നതാണ് ഇതിന്റെ താല്പര്യം, ഈ ഹദീസിന്റെ താല്പര്യം.
അപ്പോൾ അധർമ്മമാണെന്ന് അറിവില്ലാത്തത് മൂലം ചെയ്തു പോകുന്ന അധർമ്മം മാത്രമല്ല, ജഹാലത്ത് മൂലമുള്ള തെറ്റുകൾ. അധർമ്മത്തെക്കുറിച്ച് അറിവിനെ വികാരങ്ങൾ മറക്കുമ്പോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ വികാരങ്ങൾ മറികടക്കുമ്പോൾ ചെയ്യുന്ന കുറ്റങ്ങളും ജഹാലത്ത് മൂലം ചെയ്തു പോകുന്നതാണ്. പാപങ്ങളിലേക്ക് തിരിച്ചു പോകാതിരിക്കുക എന്നതാണ് തൗബ സ്വീകരിക്കുന്നതിന്റെ മറ്റൊരു ഉപാധി. തൗബയുടെ അർത്ഥം മടക്കം എന്നാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ചെയ്ത പാപത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ മടക്കം സാധ്യമാകുന്നില്ല. ഈ മടക്കമില്ലെങ്കിൽ തൗബയുമില്ല. ആയുഷ്കാലം മുഴുവൻ പാപഭംഗിലമായ ജീവിതം നയിച്ച ഒരാൾ ഒടുവിൽ മരണമാസന്നമായ സമയത്ത് ഞാനിതാ സകല പാപങ്ങളിൽ നിന്നും തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ തൗബയും അള്ളാഹു തള്ളിക്കളയുന്നതാണ്. കാരണം പുണ്യവും പാപവും പ്രവർത്തിക്കുവാനുള്ള അവസരമുള്ള സാഹചര്യത്തിലെ തൗബക്ക് പ്രസക്തിയുള്ളൂ. ഈ ആയത്തുകളിലൂടെ അള്ളാഹു തൗബ തള്ളാനും കൊള്ളാനുമുള്ള ഉപാധികൾ യുക്തിപൂർവ്വം നിശ്ചയിച്ചു വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിദ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.